ഇത് ശൂർപ്പണഖ വിലാപമാണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. ഇനിയിപ്പം രാമായണ പാരായണം. രാമ 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 രാമ. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൽ അജ്ഞന ശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജം മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലീരെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളുര ചെയ്താൾ. എത്രയും മൂടൻ ഭവാൻ, പ്രമത്തൻ പാനസക്തൻ, അതിശഷ്ടനെ എന്തറിഞ്ഞിരിക്കുന്നു അതിശ്രേഷ്ഠനെന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്തെന്നതു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വ്രതാചാര ചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീരെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ദൂഷണാത്രീ ശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. ആർദ്രതേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തോരു മൂലം അവൻ കൊല്ലുവാനെന്നു. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനെന്ന ഞാൻ നല്ലിയിടും അവനെ ഞാൻ. സോദരി ചെന്നാളതു കേട്ടു രാവണനോടു യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീതടം പൂക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപവാണങ്ങളുമോടു മൈത്രയും തേജസ്സോടും താവവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിരുന്ന ലക്ഷ്മണനോടും കൂടെ സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരീകളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാക മാനുഷ നാരിമാരിയിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതാവും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീരും അവളെ വഴി പോലെ. കാണുമ്പോൾ അനംഗവും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ തൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നീടുവാൻ ഒരു അമ്പേറ്റൻ കർണച്ഛേദനം ചെയ്താനപ്പോൾ. ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നികിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം. നാഴിക 3:45 കൊണ്ടവൻ ഒടുക്കിനാൻ ഭസ്മമാക്കിയിടും. പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനും വിക്രമം വിചാരിച്ചാൽ. കണ്ണൽ മിഴിയാളാം ജാനകി ദേവിയപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും.
ത്വത്സാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവളു സംഘേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ ദേവരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ. നീലക്കരുതേ നീലക്കരു നീലക്കരുതേ തീർക്കും അരുതെതിർക്കുമ്പോൾ നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ. മോഹനഗാത്രി തന്നെ പോരികയേയുള്ളൂ. സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലകം പൂക്കാൻ വന്നില്ലേതും നിദ്ര ചിന്തയുണ്ടാകം മൂലം. എത്രയും ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ 3.75 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചര പ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരിരുവരും പത്തികൾ 14,000 ഒടിഞ്ഞുപോൽ. വ്യക്തം മനുഷ്യനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ അനേകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നും വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാലല്ലൊന്നു കൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട. ഞാനൊന്നുകൊണ്ടും ആത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസപ്രവരനും വൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ലെന്നഖിലീശൻ. ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി ഭാഗം നാളെ വായിക്കാം. ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ.